ദേശീയപാത നിർമ്മാണം മൂലം 300 മീറ്റർ ചുറ്റി സ്കൂളിലേക്ക് എത്തേണ്ട ഗതികേടിലാണ് കോഴിക്കോട് ഇരിങ്ങല്ലൂർ കൂടത്തുംപാറ JLP സ്കൂളിലെ വിദ്യാർത്ഥികൾ. ദേശീയപാതയുടെ ഭാഗമായി സർവീസ് റോഡ് ഉയർത്തിയതോടെയാണ് സ്കൂളിലേക്കുള്ള വഴി അടഞ്ഞത്. പ്രതിഷേധം ശക്തമായതോടെ സർവീസ് റോഡിൽ നിന്നും സ്കൂളിലേക്ക് പാത നിർമ്മിച്ചു നൽകാമെന്ന് ദേശീയപാത അതോറിറ്റി അധികൃതർ ഉറപ്പു നൽകി. ഒരു പാത വഴിമുടക്കിയായി വന്നാൽ എങ്ങനെയിരിക്കും? അതാണ് ഇരിങ്ങല്ലൂർ കൂടത്തുംപാറ JLP സ്കൂളിന്റെ ഇന്നത്തെ അവസ്ഥ. ദേശീയപാത 66ന്റെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചതോടെയാണ് സ്കൂളിലേക്കുള്ള വഴി അടഞ്ഞത്. പുതിയ അധ്യയന വർഷം പടിവാതിൽക്കൽ എത്തിയിട്ടും വഴിയുടെ കാര്യത്തിൽ ഇനിയും തീരുമാനമായില്ല. സ്കൂളിനോട് ചേർന്ന സർവീസ് റോഡ് 200 മീറ്ററോളം ഉയർത്തി നിർമ്മിച്ചതോടെയാണ് സ്കൂളിലേക്കുള്ള പ്രധാന പ്രവേശന മാർഗം തടസ്സപ്പെട്ടത്. ഇതോടെ 300 മീറ്ററിലധികം ദൂരം യാത്ര ചെയ്തു വേണം വിദ്യാർത്ഥികളും അധ്യാപകരും സ്കൂളിലേക്കെത്താൻ. നൂറിലധികം പിഞ്ചു കുഞ്ഞുങ്ങൾ മാത്രം പഠിക്കുന്ന ഈ സ്കൂളിലേക്കുള്ള പ്രധാനപ്പെട്ട ഈ ഇടവഴി കെട്ടിക്കൊണ്ട് ഇപ്പോൾ 300 മീറ്റർ ചുറ്റിയാണ് ഇപ്പോൾ കുട്ടികളും അധ്യാപകരും സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ സ്കൂൾ തുറക്കാൻ പോകുമ്പോൾ നമുക്കറിയാം, അല്ലെങ്കിൽ തന്നെ കനത്ത മഴയും കാരണം ജനങ്ങൾ ഭീതിയിൽ കഴിയുന്ന ഈ സാഹചര്യത്തിൽ കുട്ടികളുടെ ജീവന് തന്നെ ഭീഷണിയായേക്കുന്ന ഒരു സാഹചര്യമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭ പരിപാടിയിലേക്ക് ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് വരും നാളുകളിൽ മുന്നോട്ട് പോകും. 70-ലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളിലേക്ക് വഴി നൽകണമെന്നാവശ്യപ്പെട്ട് അധ്യാപകർ പരാതി നൽകിയിരുന്നെങ്കിലും ദേശീയപാത അധികൃതർ പരിഗണിച്ചില്ല. ഒടുവിൽ സർവീസ് റോഡിൽ നിന്നും സ്കൂളിലേക്ക് പാത നിർമ്മിച്ച് നൽകാമെന്ന ഉറപ്പ് നൽകുക മാത്രമാണ് ചെയ്തത്. അതേസമയം സ്കൂളിലേക്ക് വഴിയെത്തുന്നതുവരെ വിദ്യാർത്ഥികളും അധ്യാപകരും 300 മീറ്റർ ചുറ്റിത്തന്നെ വേണം സ്കൂളിലേക്കെത്താൻ. ന്യൂസ് മലയാളം, കോഴിക്കോട്.